നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറ്റിലും മഴയിലും പെരിങ്ങോട്ടുകര കിഴുപ്പള്ളിക്കര മേഖലയിൽ കനത്ത കൃഷിനാശം. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് മെയ് 6 സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും സംയുക്തമായി ഒരുക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പെരിങ്ങോട്ടുകര കിഴുപ്പള്ളിക്കര മേഖലയിൽ കനത്ത കൃഷിനാശം. മുൻ താന്യം പഞ്ചായത്ത് അംഗവും NCPS ജില്ലാ പ്രസിഡന്റും കർഷകനുമായ CL ജോയിയുടെ 800-ലേറെ നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണത്. കുല വന്നതിനു ശേഷം 3 കൊടുത്തു നിർത്തിയ വാഴകളാണ് കനത്ത കാറ്റിൽ നിലം പൊത്തിയത്. കിഴുപ്പള്ളിക്കരയിലും പെരിങ്ങോട്ടുകര മൂത്തേടത്തറ ജുമാ മസ്ജിദിന് സമീപത്തുമുള്ള കൃഷിയിടത്തിലാണ് വാഴ കൃഷി ചെയ്തു വരുന്നത്. രണ്ടിടത്തുമായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് അദ്ദേഹത്തിനുണ്ടായത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുണ്ടായ കാറ്റിലും മഴയിലും ഈ ഭാഗത്ത് എൻ്റെ വാഴത്തോട്ടത്തിൽ ശക്തമായ കാറ്റടിക്കുകയും കൊല വീണ 500-ലധികം വാഴകൾ ഒടിഞ്ഞ് നാശമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കായ്ക്ക് വിലയില്ലാതെ കൃഷിക്കാർ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസരത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇപ്പോഴുണ്ടായിട്ടുള്ളത്. വൃക്കരോഗബാധിതർക്ക് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും നടൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും സംയുക്തമായി ഒരുക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് വലപ്പാട് കോതകുളം ബീച്ചിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ E ചന്ദ്രശേഖരൻ IPS ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും ഒരു വലിയ ഫംഗ്ഷൻ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം നേരത്തെ എനിക്ക് സൂചിപ്പിച്ച് പറയുമ്പോൾ എനിക്കിവിടെ ഇന്ന് രാവിലെ തൃശ്ശൂരിലെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ട് ഫോം ദിസ്ക്കണം. നൗ വിത്ത് ദിസ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ശ്രീ CP മുഹമ്മദ് must be from the heaven really looking at you, sir, with a great amount of satisfaction for having given a wonderful son to this soil. ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമല്ല, നൂറുകണക്കിന് കുടുംബാംഗങ്ങൾക്കും ആശ്വാസം പകർന്നതും ജീവൻ നിലനിർത്തുന്ന ഒരു സേവന കേന്ദ്രത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഇവിടെ തുടങ്ങുന്നത്. പരേതനായ ശ്രീ CP മുഹമ്മദിൻ്റെ ഓർമ്മയിലെ CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് നിങ്ങൾ ഇന്ന് ഈ സ്ഥാപിച്ച ഈ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും മനോഹരമായ ഒരു മുഖമാണ്. കിഡ്നി രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല, വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല, ഒരു കുടുംബത്തിനെ മുഴുവൻ താഴെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസി വ്യവസായി ഗൾഫാർ ഡോക്ടർ P മുഹമ്മദ് അലി ആദ്യ ഡയാലിസിസ് കാർഡ് വിതരണം നടത്തി. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, കെയർ ആൻഡ് ഷെയർ MD ഫാദർ തോമസ് കുര്യൻ മാരോട്ടിപ്പുഴ, കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി, മാതൃഭൂമി ഡൽഹി പ്രതിനിധി N അശോകൻ, ഹലീമ B സെയ്ദു മുഹമ്മദ്, ട്രസ്റ്റ് അംഗങ്ങളായ ശോഭ സുബിൻ, ഷമീർ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. CP ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന ആനിമൽ സ്ക്വാഡിനെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് പുത്തൻപള്ളി മഹല്ലിൽ നിന്നും ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയയപ്പും ദുആ മജ്ലിസും നടന്നു. ഷിഹാബുദ്ദീൻ റഹ്മാനി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് VK സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് അസിസ്റ്റന്റ് ഖത്തീബ് മുഹമ്മദ് മാസിൻ ഉസ്താദ് ദുആയ്ക്ക്
നേതൃത്വം നൽകി. മഹല്ല് ജനറൽ സെക്രട്ടറി PI നസീർ, അബൂബക്കർ ഉസ്താദ്, അബ്ദുൽ സലാം ഉസ്താദ്, ഭാരവാഹികളായ MK ആദമു, PM മുഹമ്മദ്, CK ഷംസുദ്ദീൻ, KK ഹനീഫ, PS ഹനീൻ, KP മുഹമ്മദ് അലി, മഹല്ല് വൈസ് പ്രസിഡന്റ് NM ഷരീഫ് എന്നിവർ സംസാരിച്ചു. നമ്മളിവിടെ ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് തങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. അല്ലാഹുവേ, ഹാജിക്ക് അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണം. അദ്ദേഹം ആർക്കു വേണ്ടിയാണോ പാപമോചനം തേടിയത് അവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഹാജി അയാൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അയാൾ ആർക്കു വേണ്ടിയാണോ പൊറുക്കൽ തേടിയത് അയാൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇതുകൊണ്ടാണ് നാം ഹജ്ജിന് പോകുന്ന ആളുകളുടെ മുമ്പിൽ അവരോട് സലാം പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുന്നത്. കയ്പമംഗലം പള്ളിനട സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോബിൻ പാലാട്ടി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പും നേർച്ചയൂട്ടും നടന്നു. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് ബാൻഡ് മേളം. വർണ്ണമഴ ഇടവക വികാരി ഫാദർ ജിജോ ചക്കിയത്ത്, കൈക്കാരന്മാരായ സിബിൻ ജോയ് എലിഞ്ഞിക്കൽ, വിപിൻ പുളിക്കൻ, ജനറൽ കൺവീനർ ജോബി മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. സന്ദേശത്തിനൊക്കെ വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ പലരെയും ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 2 പേരും എൻ്റെ ബാച്ചുകാരാണ്. അനുഗ്രഹിക്കപ്പെടുവാനും ഊട്ടുതിരുനാളിൻ്റെ നേർച്ചയൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമാകുവാനും കടന്നു വരുന്ന ഔസപിതാവിന്റെ മധ്യസ്ഥ തേടി ഈ ദേവാലയത്തിലേക്കും പരിസരത്തിലേക്കും ഊട്ടുനേർച്ചയിലേക്ക് കടന്നു വരുന്ന നാനാജാതി മധ്യസ്ഥരായിട്ടുള്ള എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഔസപിതാവിന്റെ വലിയ സൗദി ദമാമിലെ അൽ മുഹൈദിബ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരുടെ വാട്സപ്പ് കൂട്ടായ്മ 2ാമത് കുടുംബസംഗമം നടത്തി. ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം അൽ മുഹൈദിബ് കമ്പനിയുടെ മുൻ ജനറൽ മാനേജർ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KK രാമകൃഷ്ണൻ അധ്യക്ഷനായി. റെജി P ജോൺ, PA ഹബീബ് എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടായ്മ സെക്രട്ടറി RR സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി MP സുരേഷ് ബാബു, കോർഡിനേറ്റർമാരായ അരവിന്ദൻ ആചാരി, പ്രസാദ് കണ്ണൂർ, വർക്കിംഗ് പ്രസിഡന്റ് PK മജീദ്, ജോയിന്റ് സെക്രട്ടറിമാരായ KM മജീദ്, PB സുലൈമാൻ, പഞ്ചായത്ത് അംഗം ലുബ്ന മജീദ്, മുൻ വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. അവരൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമാണ് തോന്നിയത്. ഏതായാലും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞു. അവരെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നത്. ഈ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അവിടുന്ന് മുഹൈദിബിൽ നിന്ന് വിട്ടതിന് ശേഷം രാഷ്ട്രീയത്തിൽ വന്നു. രാഷ്ട്രീയത്തിൽ കുറേ നാൾ പ്രവർത്തിച്ചു. ഇപ്പം എൻ്റെ പാർട്ടി പറയുന്നത് എനിക്ക് വയസ്സായിരുന്നാണ്. എൻ്റെ മനസ്സ് അത് അംഗീകരിക്കുന്നില്ലെങ്കിലും പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ വിശ്രമിച്ചു വരുന്നില്ല. വിശ്രമിക്കാൻ എനിക്ക് മനസ്സില്ല എന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മീൻ വളർത്തുക. ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Malappuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. കാളമുറി നോബിൾ പാലസിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KP റജി വാർഷിക റിപ്പോർട്ടും ട്രഷറർ PV ഇബ്രാഹിം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TS മുബാരക്, ജോയിന്റ് സെക്രട്ടറി VK മധു, മുൻ യൂണിറ്റ് പ്രസിഡന്റുമാരായ PK മുഹമ്മദ്, PG രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ VR ഉല്ലാസിനെ പ്രസിഡന്റായും KP റജിയെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി PV ഇബ്രാഹിമിനെയും യോഗം വീണ്ടും തിരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി 2 ലക്ഷം രൂപ തരാം. ഇനി കുറച്ച് ആളുകളുടെ ലിസ്റ്റ്, നല്ല ആളുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് 50,000 25,000 ഒക്കെ തൽക്കാലം ഒന്നതായോ. രാജീവേട്ടനോട് പറഞ്ഞ രാജീവേട്ടന് 27 രൂപ തരല്ലേ? ആശായിട്ട് തരേണ്ട ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. നമ്മൾ കാശ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യലിലാണ് എല്ലാവർക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. 6 ലക്ഷം രൂപ കയ്യിലെങ്കിൽ 60 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ നോക്കണം, വേണ്ടേ? ഞങ്ങൾ 14 കൊല്ലം മുമ്പ് ജില്ലാ കമ്മിറ്റിയിൽ വരുമ്പോൾ ഇരിക്കാനായിട്ട് സ്വന്തം സ്ഥലമില്ല. ഞങ്ങളുടെ യൂണിറ്റുകളിൽ നിന്ന് കടം വിട്ടാൻ വേണ്ടിയിട്ട് 50,000 രൂപ വെച്ചിട്ട് എല്ലാ യൂണിറ്റിൽ നിന്നും മേടിച്ചിട്ടല്ലേ കടം വെട്ടി ആ ആധാരം മേടിക്കാൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. ഗ്യാസ് വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗ്യാസ് സിലിണ്ടറിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് KHRA യൂണിറ്റ് പ്രസിഡന്റ് മുനീം ജാവിദ്, സെക്രട്ടറി അക്ഷയ് S കൃഷ്ണ എന്നിവർ റീത്ത് വെച്ച് മാർച്ചിന് തുടക്കം കുറിച്ചു. വ്യാപാരി വ്യവസായി വലപ്പാട് സെക്രട്ടറി RA മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മുനീം ജാവിദ് അധ്യക്ഷത വഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി അക്ഷയ് S കൃഷ്ണ, തളിക്കുളം പഞ്ചായത്ത് അംഗവും KHRA തൃപ്രയാർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ ഷമീർ, PSP നസീർ എന്നിവർ സംസാരിച്ചു. ബഷീർ, ഷനീബ്, റഷീദ്, അഷറഫ്, ഹരിദാസ്, സ്മിജിത്ത്, യാദവ്, ശിവകുമാർ, ആകാശ്, കിഷോർ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. 4 മാസം കൊണ്ട് 1400 രൂപയോളം വർദ്ധിപ്പിച്ച ഗ്യാസ് വിലയും പലചരക്ക്, മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെയായി ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമെന്ന നിലയിൽ മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി എല്ലാ ഹോട്ടലുകളും അടച്ചിടുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. വോട്ട് കഴിയേണ്ട താമസമില്ല. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇടുത്തി പോലെ ഗ്യാസിൻ്റെ വില വർധനവാണ്. ഈ ഗ്യാസ്
സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസിൻ്റെ ഒരു 15% മാത്രമാണ് സത്യത്തിൽ കമേഴ്സ്യലായിട്ടുള്ളത്. ഈ 15% കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോട്ടൽ മേഖലയാണ്. ഈ ചെറുകിട ഹോട്ടലുകാരെയാണ് ഇത് കാര്യമായി ബാധിക്കുന്നത്. നമ്മളെപ്പോലെ ദിവസേന ഒരു സിലിണ്ടറും 2 ദിവസത്തും ഒരു സിലിണ്ടർ എടുക്കുന്ന ചെറിയൊരു കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുട്ടടിയാണ്. ഇരുട്ടടി എന്ന് പറഞ്ഞാൽ വലിയ ഇരുട്ടടിയാണ്. പെരിങ്ങോട്ടുകര ചേലൂർപാനി ശ്രീ ഭഗവതിക്കാവ് വിഷ്ണുമായ സ്വാമി മഠപുരയിൽ ആണ്ടക്കോൾ മഹോത്സവത്തിന് ശനിയാഴ്ച സമാപനം കുറിച്ചു. വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് വിഷ്ണുമായ സ്വാമിക്കും തീക്കുട്ടി സ്വാമിക്കും രൂപക്കളം, ശേഷം പ്രസാദവൂട്ട് എന്നിവയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കളത്തിൽ നൃത്തം, പാനക്കളി, പന്തലാട്ടം, ഭഗവതിക്ക് ഗ്രാമപ്രദക്ഷിണം, ദീപാരാധന, നാഗസ്വരം, കേളി, പറ്റ്, തായമ്പക എന്നിവ നടന്നു. രാത്രി ചരുവിൽ ശിവരാമന്റെ വസതിയിൽ നിന്ന് തെയ്യം, തിറഭൂതം, കരിങ്കാളിക്കെട്ട്, കാളകളി, നാഗസ്വരം, ചെണ്ടമേളം, ശക്തിമായ കലാസമിതി ആദവനാട് അവതരിപ്പിക്കുന്ന ചുടലത്താണ്ഡവം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. തുടർന്ന് ദേവിയുടെ രൂപക്കളം, എഴുന്നള്ളിപ്പ്, കളത്തിൽപ്പാട്ട്, ശേഷം മഹാഗുരുതിയോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ വേലായുധൻ ചേലൂർപാനി, ബാലൻ പാറേക്കാട്ടിൽ, രക്ഷാധികാരി രാജേഷ് ചേലൂർപാനി, പ്രസിഡന്റ് മഞ്ജു രാജേഷ്, സെക്രട്ടറി വിജേഷ് പാറേക്കാട്ടിൽ, ട്രഷറർ സൂര്യശരത് എന്നിവർ നേതൃത്വം വഹിച്ചു. സ്വതന്ത്ര പത്രപ്രവർത്തക ദിനമായ മെയ് 3 മുതിർന്ന പത്രപ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെയും ഭാര്യ സരളയെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട്ടെ വീട്ടിലെത്തി പൊന്നാട ചാർത്തി ആദരിച്ചു. KJU സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസ് വാവേലി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി വിജോ ജോർജ് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി,
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ 45-ാം വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. ഏങ്ങണ്ടിയൂർ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് PV ലോറൻസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിന്റെ സ്ഥാപക പ്രസിഡന്റും ദീർഘകാലം സംഘടനയെ നയിച്ച NK ശങ്കരൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഭദ്രം പ്ലസ് ബെനവലന്റ് സൊസൈറ്റി എന്നിവയിൽ നിന്നുള്ള സഹായധനം കൈമാറി. നിയോജകമണ്ഡലം പ്രസിഡന്റ് P. ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജകമണ്ഡലം കൺവീനർ ജോജി തോമസ്, ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് കാണത്ത്, ട്രഷറർ രാജൻ പരന്തൻ, വൈസ് പ്രസിഡന്റ് PO ആന്റണി, ജോയിന്റ് സെക്രട്ടറി PTP ജയശങ്കർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PV ലോറൻസ്, ജനറൽ സെക്രട്ടറി പ്രസാദ് കാണത്ത്, ട്രഷറർ രാജൻ പരന്തൻ, വൈസ് പ്രസിഡന്റ് PO ആന്റണി, ജോയിന്റ് സെക്രട്ടറി PTP ജയശങ്കർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഏതൊരു കാര്യത്തിലും അദ്ദേഹത്തിന് തൻ്റെ ഇടത്തോടെയുള്ള ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും ഉണ്ടായി. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അതിൽ ഭൂമി നഷ്ടപ്പെടുന്ന, വ്യാപാരം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ഈ ഒരു മേഖലയിൽ ഏറ്റവും മുന്നിൽ നിന്നത് അദ്ദേഹമായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയുന്നു. അതിൻ്റെ ഒക്കെ ഗുണഫലങ്ങൾ ഈ നാടിനും നാട്ടാർക്കും വ്യാപാരികൾക്കുമൊക്കെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുമുണ്ട്. അപ്പം അദ്ദേഹത്തെ ഓർക്കാതെ നമുക്കൊരു വാർഷികത്തിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേറെ നമ്മോടൊപ്പം ചേർന്ന് നിന്ന മഹാനായ വ്യക്തിത്വത്തിൻ്റെ ഉടമ. നമുക്കിന്നേറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, സംഘടനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ 4ാമത് ബാച്ച് യോഗ പരിശീലനം ആരംഭിച്ചു. തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ഹാളിൽ നടത്തുന്ന പരിശീലന പരിപാടിയിൽ യോഗാചാര്യൻ പ്രൊഫസർ ഡോക്ടർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളുടെ നൂതനമായ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക നൈപുണ്യവും പൊതുസമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വാടാനപ്പള്ളി ഇസ്രയേൽ വിദ്യാർത്ഥികൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് തുടക്കമായി. സിനാപ്റ്റിക് സൊല്യൂഷൻ എന്ന സംരംഭം കേരളത്തിലെ ഒരു ദൗവ കോളേജിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, സ്ഥാപനങ്ങൾ, മഹല്ലുകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവയ്ക്കാവശ്യമായ ERP സോഫ്റ്റ്വെയറുകൾ, സൈബർ സെക്യൂരിറ്റി, ജോബ് ആൻഡ് സ്കിൽ ഡയറക്ടറികൾ എന്നിവ കമ്പനി മുഖേന സർവീസായി നൽകും. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അന്വേഷണ ചിന്തകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി അറിയിച്ചു. ബ്രെയിനിയാക്സ് സയൻസ് ഫെസ്റ്റ് വേദിയിൽ വെച്ച് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളിയും ജാമിയത്തുൽ ഹിന്ദ് ഡയറക്ടർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫിയും ചേർന്ന് കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു. ചടങ്ങിൽ ഇസ്ര പ്രസിഡന്റ് ബഷീർ റഹ്മാനി, സെക്രട്ടറിമാരായ AM ഉസ്മാൻ, RK മുഹമ്മദ് അലി, ഡീൻ റാഫി സഖാഫി, ജുനൈദ് നൂറാനി, ഉബൈദ് നൂറാനി തുടങ്ങിയവർ സംസാരിച്ചു. ICSE 10ാം ക്ലാസ് പരീക്ഷയിൽ 98.6% മാർക്ക് നേടിയ KS ആത്മികയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യമണ്ഡലം 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. കാനാടി മഠം തറവാട്ടിൽ നടന്ന ചടങ്ങിൽ താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയ കൊച്ചുമിടുക്കിയാണ് ഈ തറവാട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുജിത്തിൻ്റെ മകൾ. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വ്യക്തിയായി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴാണ്. അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത്.
വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് നമ്മുടെ പ്രദേശത്തിന് തന്നെ അഭിമാന സ്തംഭമായി ഉയർന്ന ഈ കൊച്ചുമിടുക്കിയെ നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ ആദരിക്കും. ഇന്നൊരു പക്ഷേ ഈ കൊച്ചുമിടുക്കിയേക്കാൾ സന്തോഷിക്കുന്നത് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാണ്. നമ്മുടെ മക്കൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഷാൾ അണിയിച്ചു. ചെറുപ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം മൊമെന്റോ സമ്മാനിച്ചു. സൈലേഷ് സ്വാമി, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി കെ സുശീലൻ, നാട്ടിക SN കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപിക പ്രൊഫസർ AS പ്രിയങ്ക, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ സുബീഷ് വള്ളിയിൽ, സലീഷ് കരിപ്പാറ, ശിവജി കൈപ്പുള്ളി, ഷിബിത സലീഷ്, വിനോഷ് വടക്കേടത്ത്, തിലകൻ VK, മഹേഷ്, രാജീവ് തോടുപറമ്പിൽ, ജയകുമാർ കരിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കനാഡി മഠം തറവാട്ടിലെ അഡ്വക്കേറ്റ് K സുജിത് ലാലിന്റെയും രാഖിയുടെയും ഏകമകളും പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമാണ് ആത്മിക. എല്ലാവർക്കും നന്ദി. എനിക്കിത് തന്നതിൽ ഞാൻ എന്തായാലും പറയാം, എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെ അനുഗ്രഹം കാരണമാണ് എനിക്ക്, എൻ്റെ ടീച്ചേഴ്സും എല്ലാവരുടെയും കാരണമാണ് എനിക്കിതൊക്കെ തന്നത്. പിന്നെ എല്ലാവർക്കും നന്ദി ഇത് തന്നെ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ ആദ്യബല സൂചനകൾ വന്നു തുടങ്ങും. സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് ട്രെൻഡ് സൂചനകൾ 9 മണി മുതൽ ലഭ്യമാകും. 10 മണിയോടെ കേരളം ആര് ഭരിക്കുമെന്ന ഏകദേശ ചിത്രം വ്യക്തമാകും. സംസ്ഥാനത്തെ 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 6-ന് വോട്ടെണ്ണൽ പ്രക്രിയയിലെ ആദ്യഘട്ടമായ സ്ട്രോങ് റൂം തുറക്കൽ നടപടി തുടങ്ങും. EVM-കളും VVPAT-കളും തരംതിരിക്കും. ചുമതലയുള്ള ഉദ്യോഗസ്ഥനും സഹായിയുമാകും സ്ട്രോങ് റൂം തുറക്കുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകളാണ്. വോട്ടെണ്ണൽ ഹാളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകൾ രാവിലെ 8:30 മുതലാണ് എണ്ണി തുടങ്ങുക. ഒരു ടേബിളിൽ ഒരു സമയം 1 EVM വീതമാണ് എണ്ണുക. 1 മണിക്കൂറിനുള്ളിൽ ഫലസൂചനകൾ വന്നു തുടങ്ങും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറ്റിലും മഴയിലും പെരിങ്ങോട്ടുകര കിഴ്പ്പിളിക്കര മേഖലയിൽ കനത്ത കൃഷിനാശം. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും സംയുക്തമായി ഒരുക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.